ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫിലിപ്പീൻസിലെ സഗാഡയിലാണ് കേട്ടോ. സഗാഡ എന്ന് പറയുന്നത് പർവ്വതനിരകളുടെ ഒരു ഏരിയയാണ് സഗാഡ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ സഗാഡയിലെ തന്നെ ഒരു പോട്രി മേക്കിംഗ് സെൻ്ററാണ് കേട്ടോ. അതായത് നമ്മുടെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്ന പാത്ര നിർമ്മാണശാലയാണ് നാം ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മേക്കിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്യാം, കാണാൻ പറ്റും കേട്ടോ. On how to make pots, and it's up to you if you like to make your own pots. No? So I think pottery is rampant in India. Yeah, my uncle has one. That's good. ഇത് നമ്മുടെ സഗാഡയിലെ ഗൈഡാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾക്ക് ഗൈഡാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ മീറ്റിംഗ് പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇന്ന സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു തരികയാണ്. പിന്നെ അവിടുത്തെ ഓരോ ഫീയുടെ ഡീറ്റെയിൽസ്, ഓരോ എൻട്രി ഫീ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് പുള്ളി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കാണാനാണെങ്കിൽ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി കുറേ സ്ഥലങ്ങളുടെ പേരും അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും അതിൻ്റെ എത്ര സമയമാണ് നമുക്കവിടെ വെയിറ്റ് ചെയ്യാനുള്ള സമയം, അതായത് സൈറ്റ് സീൻ കാണാൻ വേണ്ടി എത്രയാണ് ടൈം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത്, നമ്മളൊന്ന് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ഒരു പോട്രി മേക്കിംഗ് സെൻറ്ററിലാണ് കേട്ടോ. അപ്പോൾ അതാ പുള്ളി പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് അങ്ങോട്ടാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ അതാ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരിടത്ത് എത്തിയായിരുന്നു. ഹോട്ടൽ സഗാഡ ഹബ്ബ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് കേട്ടോ എത്തിയത്. അപ്പോൾ ഇവിടെ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് ഇവിടെ നിന്ന് കഴിച്ചിട്ട് വേണം ഇവിടെ നമുക്ക് ഓർഡറൊക്കെ കൊടുക്കണം കേട്ടോ. ഇവിടെ അവർ ഏതൊക്കെ ഡിഷസ് ഉണ്ടെന്നുള്ള കാര്യം അവരിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ 1-2 ഡിഷൊക്കെ സെലക്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത്, ഇതാണ് നമ്മുടെ റൂം കേട്ടോ, ഹോട്ടൽ. എല്ലാവർക്കും ഒക്കെ ഇരിക്കാൻ പറ്റുന്ന അടിപൊളി ഹോട്ടലാണ്. ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ. ഇവിടെ സോസുണ്ട്. സോസും വാട്ടറൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് തന്നെ കുടിക്കണം കേട്ടോ. ഇവിടെ നമ്മുടെ ടീംസ് എല്ലാവരും ഫുഡൊക്കെ വാങ്ങി വെച്ച് ആദ്യമേ കഴിച്ചു. വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ടോ, എല്ലാവരും അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും. ഞങ്ങളുടെ ഭക്ഷണവും വന്നു കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണവും ഇതാ വന്നായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഇതാ ഒരു പട്ടി ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് ഇവിടുത്തെ പട്ടിയാന്ന് തോന്നുന്നു. ഉണ്ടോ? ഇത് ഞാനിപ്പോൾ ഓർഡർ ചെയ്ത കേട്ടോ. റൈസ് ഉണ്ട്. ഇത് ചിക്കനാണ്. ഇതിൻ്റെ പേര് നഗറ്റ്സ്. ചിക്കൻ നഗറ്റ്സ് ആണ് കേട്ടോ. ഒരു ബുൾസേ ഉണ്ട്, 2 സലാഡ് വെള്ളരിക്കയുണ്ട്, ഒരു ഫിഷ് പറഞ്ഞു, റൈസ്, ഒരു ബുൾസേ, ഒരു 2 സലാഡ്. മനുവാണെങ്കിൽ പറഞ്ഞത് ഇതാ ഒരു ചിക്കൻ ഫ്രൈയും റൈസ്, ബുൾസേ, വെജിറ്റബിൾ. ഞങ്ങളങ്ങനെ ഇത്രയും 3 ഐറ്റംസ് പറഞ്ഞു കേട്ടോ. പിന്നെ സോസും ഉണ്ട്. ചിക്കൻ കൊള്ളാം കേട്ടോ. ഇത് ബോൺലെസ് ആണ്, ബോൺലെസ് ചിക്കനാണ്. വെറൈറ്റി ഫുഡാട്ടോ. കൊള്ളാം, നല്ല ടേസ്റ്റാണ്. തീരെ ഡ്രൈ അല്ല, സോഫ്റ്റാണ്. അതിന്റെ പുറത്ത് ബാർബിക്യൂ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇത് മീനിന്റെ ടേസ്റ്റ് പച്ച. അത് മീനാണ് കേട്ടോ. ഡ്രൈ ആണോ, വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ മീനും ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ ടേസ്റ്റൊക്കെ തന്നെ. മീൻ കൊള്ളാം. അതിൻ്റെ പുറത്ത് തൊലിയൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ, ചെതമ്പിലൊന്നും മാറ്റിയിട്ടില്ല, അതെല്ലാം ഇതിലുണ്ട്. അങ്ങനെയുണ്ടോ ഫുഡൊക്കെ? അതേപോലെ കൊള്ളാം. രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും ശല്യം എന്ന് പറഞ്ഞത് ഈ കഴിക്കാനേ സമ്മതിക്കുന്നില്ല. ഇത് മാരണമായിട്ടായിരിക്കും കേട്ടോ. ഒരു രക്ഷയില്ല. ടേബിളിലൊക്കെ വന്ന് എത്തി നോക്കിയിട്ടൊക്കെ ഇരിക്കുന്നത്. ചിക്കൻ എങ്ങനെയുണ്ട്? ചിക്കൻ എങ്ങനെയുണ്ട്? ചിക്കൻ കൊള്ളാം. മനുവിൻ്റെ പ്ലേറ്റിലെ മീനിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ? മീനിൻ്റെ തൊലി മാത്രമേ ഉള്ളൂ. പക്ഷേ ഏറ്റവും വെച്ച പകുതി ഒരു 2% മാത്രമേ നമുക്ക് പ്ലേറ്റിൽ നോക്കി കഴിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ബാക്കി 98% പട്ടിയെ നോക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് നമുക്ക് വലിയ ശല്യമായിട്ട് ഇരിക്കുക. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സഗാഡയിലെ പോട്രി മേക്കിംഗ് സെൻറ്ററിൽ എത്തിയായിരുന്നു കേട്ടോ. ഇത് തുടങ്ങുന്നത് 1960കളിൽ
സഗാഡയിൽ നിയോഗിക്കപ്പെട്ട ഒരു ഫിലിപ്പീൻ എപ്പിസ്കോപ്പൽ ചർച്ചിലെ മിഷണറിയുടെ മകനായ അമേരിക്കൻ പോട്ടർ, അതായത് കുശവക്കാരനായ ആർച്ചി സ്റ്റാപ്ലിട്ടനാണ് ഈ സഗാഡയിൽ ഈ ഒരു പോട്ടറി മേക്കിംഗ് സെൻറ്റർ ആരംഭിക്കുന്നത് കേട്ടോ. ഈ ആർച്ചിയുടെ കുടുംബം US പോയപ്പോൾ അദ്ദേഹത്തിന് വെറും 12 വയസ്സ് മാത്രമായിരുന്നു കേട്ടോ പ്രായം. അവിടെ വെച്ച് അദ്ദേഹം ഒരു കുശവനാകാൻ പരിശീലിക്കപ്പെടുകയും 2000-ൽ അദ്ദേഹം എന്ത് ചെയ്തു, സഗാഡയിലേക്ക് മടങ്ങി വരികയും ഈ സ്ഥലത്തെ സ്നേഹിക്കുവാനും തുടങ്ങി. മൺപാത്ര നിർമ്മാണം ഒരു കരകൗശലമായി പഠിക്കാൻ താല്പര്യമുള്ള സഗാഡയിലെ കരകൗശല തൊഴിലാളികളുടെ ഒരു ചെറിയ സംഘത്തെ അദ്ദേഹം സംഘടിപ്പിക്കുകയും അവരെ പരിശീലിപ്പിക്കുകയും അദ്ദേഹം ചെയ്തു. He is a son of a missionary who grew up here in the 1960s. He saw the potential of the local clay and the local soil for pottery. That's why he set this up as an alternative livelihood for the community. Pottery has 3 kinds. There's earthenware, stoneware, and porcelain. Earthenware is slow fired. That's the one they make in vegan. It's usually more porous and perfect for flower plants. Stoneware and porcelain are high fired. We specialize in stoneware. We fire at 2,350 degrees. Around Sagada, we get the clay, test it at that temperature. If it's good, we get it in bulk, soak it in water, we sieve it until it goes through 40 mesh. When it goes through there, it's very, very watery. We have to drip dry for 3 to 4 months. We age it for at least 3 weeks before it becomes like this. We don't get there and put it here immediately. It has to go through the process. It has to be tested because not all soils are clay. Not all clay are good for this kind of production. Now, what we do here, we show you the making of the pot. Okay, with a demo fee that will be paid by your organizers. But if somebody wants to try, it's paid individually at 100%. Is that okay? That's okay, huh? So, first, kadya na yung manliklato ka tayo na ano ka ng cellphone ko at masapol na isang ko. First, I have to center the clay. In order to center, you need the speed of the wheel. It goes na agency. I'm just kidding. You need the speed of the wheel and the pressure from the hands. Once it's centered, everything starts. ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കളിമണ്ണല്ല ഇവിടുത്തെ ലോക്കൽ പ്ലേസിൽ നിന്നാണ് അവർ കളക്ട് ചെയ്യുന്നത്. Gradually. I'm pulling the clay with both pressure from my left and right, going with the speed of the wheel to maintain the centerness. My hand should be the one controlling the clay, not the clay controlling my hands, to keep the shape for it not to collapse. This is a very basic shape from here. You can make a jar, a bowl, or different shapes. Right now, there's more pressure from my inside hand, pushing it outwards to widen. Here in the middle, pressure from my right, pushing it inwards to narrow down. Then outwards again at the very, very top to make a flower vase. Wow, super. It can be narrowed down in here to enhance the shape if needed. It makes it a little bit sexier. Can also be a water jug if we put a spout like that. That's all I can do right now. I let it dry for 5 days. After 5 days, we put the handle from the bottom, do anything that will enhance the beauty, then we dry it for 1 month, air dry only. Put it in the oven for 8 hours of firing, wait for it to cool down, we bring it out, then apply the glazes.
After glaze application, we have to cook it again for another 8 to 10 hours of glaze firing in order for the color to come out and for it to become shiny. It's not paint that you apply, you see the color immediately. It has to go through the oven. That's why they're safe for food containers. They're microwavable. The color doesn't fade. Anyone for a hands-on? Who wants to be an earth bender? Ito yun. Meron? ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വർക്കായിരുന്നു അവർ ചെയ്തത്. സത്യം പറഞ്ഞാൽ എന്ത് പാടല്ലേ ഇത് ചെയ്തെടുക്കാൻ. അതവരെ വർക്കിൻ്റെ ഒരു എഫിഷ്യൻസിയാണ് കേട്ടോ. അത് അത്രയും അവർ അടിപൊളിയായിട്ട് അവരൊരു പൂജയൊക്കെ അവർ ചെയ്ത് നമുക്ക് മുന്നിൽ കാണിച്ചായിരുന്നു. അപ്പോൾ അടുത്ത് നമുക്ക് അറിയാൻ ഇത് നിർമ്മിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100+ ആണ് കൊടുക്കണം. 100+ കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളെ ട്രൈ ചെയ്യാനൊക്കെ വേണ്ടി വന്നായിരുന്നു കേട്ടോ. അവർ ഈ എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള കാര്യം കേട്ടോ. Gawa ka ng butas sa sentro, gamitin mo ang dalawang hinlalaki. Oh my God, aray. അവർ ഫുള്ള് പറയുന്ന മൊത്തം ഫിലിപ്പീൻസ് കേട്ടോ. Two thumbs in the middle. Press down, please. Gently and slowly. Hindi palakasan ng kamay to. Press down, please. Sige, butasan mo. Diinan mo pababa. Pababa. Dahan-dahan. Okay, hold it there. Dahan-dahan. Ibuka mo. Ibuka. Sige, buka mo pa. Ibuka mo. Aba, marunong magbuka. Release your hands. Wet your hands again. കുറച്ച് ചെയ്ത് കേട്ടോ. കുറച്ചൊക്കെ ചെയ്തപ്പോഴത്തേക്കും ബാക്കി മൊത്തം I'll assist പൊട്ടിപ്പോയി. you at this point to make a cylinder, which is a basic shape. 4 fingers together. Clip your thumb. Same thing. Relax your hands, okay? Yes po. Clip your thumb. Huwag mong ilalabas yun. Feel the clay, the turn of the wheel. Slide up, please. Relax. Relax. Huwag mong patigasin ang mga daliri. It doesn't need it. Until the Wow, tip. nice. Very good. In Tagalog, hipuin mo pakyat para humaba. Dahan-dahan. Hagod, pakyat. Sige, hipo pa pakyat, please. Until the tip. Hold. Hold. Release your hands. That's the basic shape. Now, the beginner shape is a bowl. To make a bowl, you push it from your left, support sa kanang kamay. Ano ba? Straighten. Clip your thumb. Push with this part, not with your fingertips, okay? Outwards, gently and slowly go up. Okay. Push it. Outwards. Slide up slowly. Slowly, yeah. Slowly. Slowly, yeah. Very good. Maintain that pressure. Gently and slowly slide up, please. Until the tip. Until the tip slide up. And then hold it. Yes. Hold it at the tip to balance. Release your hands. Good job. Wet your hands one more time. Consistent lang nga, iduron mo pasangat. Go pa sa mga. Yes, paakyat. Ikas Check, ko. hindi yung ginawa mo kanina, oh. Straighten, clip your thumb. Kas ano, kastoy ni, walang pressure sa red. Relax lang po. Gently and slowly slide, slide. Diretso lang, ma'am, oh. See? Pasangat lang. Hold, hold. Release your hands. Hindi ito. Ito ang Okay. magpupush. I get it. Now, you got it. You do it on your own then. Oh, Push out from the bottom and then slide it up gently. Wet your hands first. There you go. Go. Out. Huwag mong italsik sa kanya. Dumihan mo. Push. Long and slow. Push. Push. Slide. Yan. Slowly, slowly, slowly until the tip. Sige. Slide mo lang paakyat. Slowly. Slowly ang pag-akyat. Until the tip. Until the tip. Pull. Enough mo too much sa tip. It's okay. It's okay. It's okay. It's okay. Dali na. Too much yung pag-push mo. Wet your hands. Ayos lang natin. Dapat consistent kasi pinush mo siya tapos nag-backwards ka, hindi consistent yung speed mo tsaka yung pressure mo. Gently and slowly. Gently and slowly. We're getting the clay from the bottom, sliding it up gently until the tip, please. Hold. Release your hands. Wet your hands again. Gently and slowly. One more time. You just slide your hands up. Gentler and slower, please. Kasama itong Wala. Slowly slide. Slide.
slide it up, diretso lang. Yan. Very good speed. Maintain your pressure and hold it at the tip to balance. Until the tip. Ayan, may saucer ka na. May saucer ka na. Hindi na ramen bowl. സത്യം പറഞ്ഞാൽ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, സാധനങ്ങൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ, പാത്രങ്ങളൊക്കെ നിർമ്മിച്ചത് മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ പാക്ക് ചെയ്ത് പാഴ്സൽ അയച്ചു തരുമെന്നൊക്കെയാണ് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷണമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. See you.